കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ടോട്ടനം ഹോട്ട്സ്പർ. യുവേഫ യൂറോപ്പ ലീഗ് കിരീടം സ്വന്തമാക്കി ടോട്ടനം ഹോട്ട്സ്പർ വർഷങ്ങളുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചു. ബിൽബാവോയിലെ സാൻ മമേസ് സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ എതിരില്ലാത്ത ഒറ്റ ഗോളിന് പരാജയപ്പെടുത്തി ടോട്ടനം കിരീടത്തിൽ മുത്തമിട്ടു. 1984 യുവേഫ കപ്പിന് ശേഷം ടോട്ടനത്തിന്റെ ആദ്യ യൂറോപ്യൻ കിരീടമാണിത്. 17 വർഷത്തിനു ശേഷം ആദ്യ മേജർ കിരീടവും. ബ്രണ്ടൻ ജോൺസണാണ് സ്പർസിന്റെ വിജയ ഗോൾ നേടിയത്. മത്സരത്തിന്റെ തുടക്കം മുതൽ സ്പർസ് പ്രതിരോധാത്മക സമീപനമാണ് സ്വീകരിച്ചത്. ഇത് യുണൈറ്റഡിന് കൂടുതൽ പന്ത് കൈവശം വയ്ക്കാൻ അവസരം നൽകി. ചില അവസരങ്ങൾ യുണൈറ്റഡിന് ലഭിച്ചെങ്കിലും സ്പർസ് ശക്തമായി പ്രതിരോധിച്ചു. 42-ാം മിനിറ്റിൽ പെപ്പെ സാറിന്റെ ഇടതുവശത്തു നിന്നുള്ള ക്രോസ് ജോൺസൺ യുണൈറ്റഡ് വലയിലെത്തിച്ചു. രണ്ടാം പകുതിയിൽ പല മാറ്റങ്ങൾ വരുത്തി യുണൈറ്റഡ് തിരിച്ചുവരവിന് ശ്രമിച്ചു. ആക്രമണത്തിന് മുതിരാതെ ടോട്ടനം പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് വരിഞ്ഞു. യുണൈറ്റഡിന്റെ ആക്രമണങ്ങളെ ക്രിസ്ത്യൻ റൊമേറോയുടെയും വിക്കി വാൻ ഡെ വെന്നിന്റെയും നേതൃത്വത്തിലുള്ള ടോട്ടനം പ്രതിരോധം നിഷ്ഫലമാക്കി. ഗുഗ്ലിയാൽമോ വികാരിയുടെ നിർണായക സേവുകൾ ടോട്ടനത്തിന്റെ വിജയം ഉറപ്പാക്കി. ഇതിൽ വാൻജെവനിന്റെ ഗോൾ ലൈൻ സേവും ഗെർനാച്ചോയുടെ ഷോട്ടും അവസാന നിമിഷം ഷോയുടെ ഹെഡർ വികാരിയോ തടുത്തതും ഇതിൽ എടുത്തു പറയേണ്ടതാണ്. മത്സരത്തിൽ 76% ബോൾ പൊസിഷൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനുണ്ടായിരുന്നു. യുണൈറ്റഡ് തൊടുത്ത 16 ഷോട്ടുകളിൽ 6 എണ്ണമാണ് ഓൺ ടാർഗറ്റിലുണ്ടായിരുന്നത്. മറുവശത്ത് ടോട്ടനം തൊടുത്തത് 3 ഷോട്ടുകൾ മാത്രം. ഓൺ ടാർഗറ്റിലുണ്ടായിരുന്നത് ഗോൾ മാത്രവും. ടോട്ടനാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് ചരിത്രപരമായ വിജയമാണ്. 1972-84 യുവേഫ കപ്പുകൾക്ക് ശേഷം 3-ാം യൂറോപ്യൻ കിരീടമാണിത്. 2007 ലീഗ് കപ്പിന് ശേഷമുള്ള ആദ്യ ട്രോഫിയും. ഈ വിജയത്തോടെ ടോട്ടനം 2025-26 യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ സ്ഥാനം ഉറപ്പാക്കി. 2025 യുവേഫ സൂപ്പർ കപ്പിൽ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളെയും നേരിടും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.